സിഹിർ പറ്റിയെന്ന് തോന്നിയാൽ എക്സാമ്പിൾ ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സിഹിർ സംഭവിച്ചിട്ടുണ്ടാവും എനിക്ക്, അങ്ങനെ വരാലോ. കണ്ണീർ സംഭവിച്ചിട്ടുണ്ടാവും, അങ്ങനെ വരാലോ. ഒരു മരുന്ന് പറഞ്ഞുതരാം, ഒരു മരുന്ന് പറഞ്ഞുതരാം, അങ്ങനെ സംഭവിക്കാലോ. അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണ്, സിഹിറും സത്യമാണ്. എന്തുകൊണ്ട്? സിഹിറിനെ ബാത്തിലാക്കാൻ വേണ്ടി നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു നബിയല്ല, പല നബിയുണ്ട്. അത് പ്രൊഫഷനാണ്. ആർക്ക്? സയ്യിദ്നാ മൂസ. ഖാല മൂസ മാ ജിഅ്തും ബിഹി സിഹ്ർ ഇന്നല്ലാഹ സയുബ്തിലുഹു ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമലൽ മുഫ്സിദീൻ. അവിടുത്തെ മുഅ്ജിസത്തിനെ സിഹർ ബാത്തിലാക്കാണ്. ആരുടെ? സയ്യിദ്നാ മൂസ. ഇപ്പണി സയ്യിദ്നാ സുലൈമാൻ. മനസ്സിലായില്ലേ? സയ്യിദ്നാ ഈസ. ഇവരൊക്കെ സിഹർ ബാത്തിലാക്കിയവരാണ്. ഇപ്പൊ സിഹറുണ്ട്, കണ്ണീറുണ്ട്. തൂസിലുൽ മർഅ ഇലൽ ഖബ്രി വൽ ജമല ഇലൽ ഖിദ്രി. കണ്ണീർ സത്യമാണ്, അത് മനുഷ്യനെ ഖബറിലും എത്തിക്കും, ഒട്ടകത്തെ ചട്ടിയിലും എത്തിക്കും. റസൂൽ പറഞ്ഞു, ഹദീസ് ഷരീഫ്. അങ്ങനെ എവിടുന്നോ ഓർമ്മയിൽ എടുത്തതാണ്. ഹദീസ് സത്യ. അൽ ഐനു ഹഖുൻ, അൽ ഐനു ഹഖുൻ. എഴുതിയേക്കണം, എല്ലാവരും എഴുതിയേക്കണം. അൽ ഐനു ഹഖുൻ തൂസിലുൽ മർഅ ഇലൽ ഖബ്രി വൽ ജമല ഇലൽ ഖിദ്രി. അൽ ഐനു ഹഖുൻ. എഴുതിയേക്ക്. അൽ ഐനു ഹഖുൻ, അൽ ഐനു ഹഖുൻ തൂസിലുൽ മർഅ ഇലൽ ഖബ്രി വൽ ജമല ഇലൽ ഖിദ്രി. തൂസിലു, കണ്ണീർ എത്തിക്കും, അൽ മർഅ മനുഷ്യൻ, ഇലൽ ഖബ്രി ഖബറിലെത്തിക്കും, വൽ ജമല ഒട്ടകത്തെ എത്തിക്കും, ഇലൽ ഖിദ്രി ചട്ടിയിലേക്ക്, വേവിക്കണ ചട്ടിയിലേക്ക് എത്തിക്കും ഒട്ടകത്തെ, ഖബറിലെത്തിക്കും. ആരെ? മനുഷ്യൻ. അപ്പൊ എന്ത് സത്യാണ്? കണ്ണീർ സത്യ. ചെയ് പേടിക്കണ്ട. ഇനി ആരുടെ സഹായമാണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ. എനിക്ക് എന്ത് ചെയ്തളാ? അഭൗതികമായ സഹായം വന്ന ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. അഭൗതികമായ വഴിയിലൂടെ അള്ളാഹു തആല ശത്രുവിനെ പറത്തിയ ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. അതേതാ? ഓക്കെ, നല്ല കുട്ടി. അലം തറോ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നൂറട്ടോല. അല്ലാഹുവേ, നീ അബാബീൽ പക്ഷികളെ കൊണ്ട് നീ നിന്റെ പരിശുദ്ധ വീട്ടിനെ സംരക്ഷിച്ചവനാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ മഹത്വം കഅബയേക്കാൾ വലുതാണെന്ന് നിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠിച്ചോനെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്ന ആളാണ്, നീ ഇതൊക്കെ ഒഴിവാക്കി തരണം. എൻ്റെ മേൽ എന്തുണ്ടെങ്കിലും കാണപ്പെടുകയോ കാണപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ശത്രുവിനും ഒരു ദിവസം ഇത് 100 തവണ ചൊല്ലി ദായിമാക്കിയാൽ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിനക്ക് അല്ലാഹുവിൽ ഉറപ്പുണ്ടെങ്കിൽ പേടിക്കണ്ട. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? എല്ലാ ദിവസവും എന്ത് ചെയ്യുക? കണ്ണീർ ഒറ്റി. നിങ്ങൾ നല്ല കുട്ടികളാണ്, സ്വാഭാവികമായും കണ്ണീർ ഒറ്റും. വേദിയിൽ പാട്ട് പാടിയ പാട്ടുകാരികൾക്ക് കണ്ണീർ പറ്റിയത് കേരള ചരിത്രത്തിൽ എനിക്കറിയും. എന്താ ചെയ്യുക? നിങ്ങളതിനെ ഓത്തുകാരാണ്, നല്ല ഉഷാറുള്ള ആളുകളാണ്, നല്ല പ്രസംഗം നടത്തും. അപ്പോൾ സ്വാഭാവികമായും എന്ത് വരും? കണ്ണീർ വരും. ഇപ്പം നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണീർ വരാൻ സാധ്യതയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് പണിയെടുക്കണം. ആരുറപ്പിക്കുക? അല്ലാ. ഒരാളെ തേടിപ്പോയാൽ ആ സമയം നഷ്ടം വരും. തേടിപ്പോണ്ടെന്നല്ല, ഇനി ഒരാൾ അടുത്ത് ചെന്നാൽ പോലും അയാൾക്ക് പണി കുറയും. നമ്മളെ പണി എടുത്തു വെച്ചാൽ എന്താ പണി? അബാബീൽ പക്ഷികളെ കൊണ്ട് അള്ളാഹു ചെയ്തൊരു സഹായമുണ്ട് ഈ ഭൂമിയിൽ. അതിനേക്കാൾ വലിയ സഹായമില്ല. അതുകൊണ്ടൊരു കലണ്ടർ പോലും ഉണ്ടാക്കി, ആനക്കലഹ കലണ്ടർ അല്ലേ? പറ, ആനക്കലഹത്തിന്റെ പേരിൽ എന്ത് വന്നിട്ടുണ്ട്? ഒരു കലണ്ടർ വന്നിട്ടുണ്ട്. ശരിക്കും തഖ്വീം. അലം തറോ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول.
എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നുണ്ട്, എന്തോ ഒരു റാഹത്തില്ലായ്മയുണ്ട്, ഒന്നും ഒരു ഹൈറല്ല. വാപ്പയും മക്കളും കട അടച്ച് വന്നു. 9 മണിക്ക് അടക്കണമെങ്കിൽ 8:30 അടച്ചാളാണ്. വാപ്പയും മക്കൾ കൂടിയിരുന്നു. മുസ്തഫ നബിക്ക് ഒരു ഫാത്തിഹ ഓതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ റസൂലാണ് നമ്മളെ വാപ്പ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് അബുൽ അക്ബർ എന്ന പേര്. ഏറ്റവും വലിയ വാപ്പ ആരാ? റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ ഒരു പേരാണ് എന്ത്? അൽ അബുൽ അക്ബർ. ഏറ്റവും വലിയ വാപ്പ മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹു ഖാലിഖാണ്. മുസ്തഫ നബി അബുൽ അക്ബറാണ്. അള്ളാഹു ബാപ്പയുമല്ല മകനുമല്ല. ലം യലിദ് വലം യൂലദ്. ഒരു വാപ്പുണ്ട് ഇവിടെ, വലിയ വാപ്പ, അത് മുഹമ്മദ് മുസ്തഫയാണ്. അബുൽ അർവാഹാൻ. അതുകൊണ്ട് ആദം നബിക്കും വാപ്പയാണ് മുഹമ്മദ്. പലപ്പോഴും ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്, അനവധി കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ അബുൽ അക്ബറാണ് മുസ്തഫ റസൂലുള്ളാഹ്. ഒരു ഫാത്തി ഒരിക്കണം. എന്നിട്ട് നീ അലം തറ കൈഫ എത്ര വട്ടം? 100 വട്ടെങ്കിലും ഒരു വാപ്പയും മക്കളും കൂടിയിരുന്ന് അല്ലാഹ് പ്രശ്നം പരിശീലിച്ചു. ഞങ്ങൾക്ക് നിന്നല്ലാതെ ഒരാളെ അറിയില്ല, വിശ്വസിക്കാനും കൊള്ളൂല, വിശ്വസിക്കാനും കൊള്ളൂല. അല്ലാ പൊട്ടിത്തകർന്ന് തരിപ്പണാവും. ഏത് സിഹറും. എന്തിനെ പേടിക്കണ്? എന്തിനാടെ പേടിക്കണ്? എന്തിനാടാ ഇരുകാലി വഞ്ചകന്റെ പിന്നാലെ ഓടുന്നത്? തലയെ കെട്ടിയോ തലയെ കെട്ടാതെയോ ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന നിറവഞ്ചകന്മാരെ പിന്നാലെ ഓടുന്നത് എന്തിനാ? എല്ലാ തലയെ കെട്ടുകാരും വഞ്ചകന്മാരാണെന്ന് ഈ പറഞ്ഞതിന് മാനയില്ല. എല്ലാവരും വഞ്ചകരല്ലാന്നും മാനില്ല. ഞാൻ കൂടുതൽ വഞ്ചകനായ തലയെ കെട്ടുകാരെയും കുറച്ച് വഞ്ചകരല്ലാത്ത തലയെ കെട്ടുകാരെയും കണ്ട ഒരു സാധുവാണ്. ഒന്നും വിചാരിക്കരുത്. ചില സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു, പിന്നെ പറയണ്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോവുകയും ചെയ്യും. ഞാൻ എൻ്റെ മകനെ വിളിച്ച്, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ നിയത്ത് ചെയ്ത പഠിച്ചോ എനിക്ക് സാലിയ ആൺകുട്ടികളുണ്ടാണ്. ഇവനെ വിളിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചോദിച്ച്, എനിക്ക് എന്താകാനാ പൂതി? മൂല്യരാകാൻ പൂതില്ലപ്പ ചെയ്യും. എൻ്റെ മൂല്യന്മാരൊന്നും ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല. നിയത്ത് ചെയ്ത് തുടങ്ങിയതാ. അവന് കുറ്റം പറയണ്ട. ലോകം അവിടെ എത്തി. അള്ളാഹു അവരൊക്കെ സ്വാലിഹ്യങ്ങളായ ആലിമീങ്ങളാക്കി കൊടുക്കട്ടെ. ഇനി അവരുടെ മനസ്സ് മാറ്റിക്കൊണ്ടെന്ന് ലെവലാക്കണം. ഏറ്റവും നല്ലത് മൂല്യരാണ്, ഏറ്റവും നാശവും മൂല്യം തന്നെയാണ്. അവർ അംബിയ ഇബനി ഇസ്രായേൽ പോലെയാണ്. അതേസമയത്ത് ഉലമാഉഹും ശർറുമൻ തഹ്ത അദീമിസ്സമ, ആകാശത്തിൻ്റെ ചോട്ടിൽ ഏറ്റവും വൃത്തികെട്ടവരും ഒരാണ്. ഞങ്ങളോട് പറയുന്നത് എല്ലാവരും മോശമായിട്ടുണ്ട് എന്നല്ല, എന്നാലും മോശമുള്ളവർ എമ്പാടുണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് വഞ്ചിതരാകണ്ട. നമ്മൾ ആയുസ് വെറുതെ നശിക്കും. നമ്മൾ മനസ്സിലായില്ലേ, നമുക്ക് ചില നേതാക്കളുണ്ടല്ലോ, അവർക്കൊരു ഫാത്തി ഒരിക്കളാ. ഏറ്റവും വലിയ നേതാവ് മുത്തുനബി തന്നെ. സെഹിർ ബാത്തിലാക്കിയ മറ്റൊരു നബി സയ്യിദുന സയ്യിദുന സുലൈമാൻ. ഏത് പിശാചിനും പിടിച്ചു കിട്ടിയ ആൺകുട്ടിയാണ് സയ്യിദുന സുലൈമാൻ. അവർക്കൊരു ഫാത്തി ഒരിക്കളാ. എന്നിട്ട് സൂറത്തുൽ ഫീൽ 108 അഭൗതികമായ മാർഗത്തിലൂടെ അബ്ദുകളെ അല്ലാഹു തആല സഹായിച്ച, മനസ്സിലായില്ലേ, ഏറ്റവും വലിയ സംഭവമാണ് എന്ത്? ഫീൽ. അലം തറ കൈഫ സൂറത്തുൽ ഫീൽ 108 ബാപ്പി മക്കളും ഇങ്ങനെ കൂടി ഇരുന്നിട്ട് പൊട്ടിക്കരിഞ്ഞാളാ റബ്ബിനോട്. അത് എന്നും ചെയ്താളാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും ഇനിയുള്ള കാലം അങ്ങനെയാണ്. ഇനി കാലം വിദ്യാഭ്യാസം കൂടും, എന്നാൽ സിഹറും കൂടും. ഞാൻ ഈ കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ മെൻസസ് രക്തം പാക്കറ്റിലാക്കി വിൽക്കുന്ന കാലഘട്ടം വന്നു കഴിഞ്ഞു. ഞാൻ കുറേ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാഷണം ഞാൻ ഒരു സ്ഥലത്ത് നടത്തിയതിന് ശേഷം സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു, ഒരു മലയാളി. അയാൾ സ്കോട്ട്ലൻഡിലാണ് ജോലി. അയാൾ പറഞ്ഞു, ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സുലഭമാണ്. എന്തിനാണ് പെണ്ണുങ്ങളെ മെൻസസ് രക്തം? വൃത്തികെട്ടതിൽ വൃത്തികെട്ടതല്ലേ മെൻസസ് ബ്ലഡ്. ബ്ലഡോനജസ്. അപ്പൊ മെൻസസ് ബ്ലഡിനെ പറ്റി പറയാനുണ്ടോ? ലോകം മുഴുവനും മെൻസസ് ബ്ലഡ് വിൽക്കും. നിങ്ങളുടെ മലപ്പുറം ജില്ലയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പെണ്ണുങ്ങളെ മെൻസസ് ബ്ലഡ് കിട്ടും. 2-3 പെണ്ണുങ്ങൾക്ക് മെൻസസ് ഉണ്ടായാൽ തന്നെ കുടുംബം കഴിഞ്ഞു. ഇത് 4 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ഭ്രാന്തൻ എന്ന് എന്നെ പറഞ്ഞിരുന്നു. ഭ്രാന്തൻ, എന്തും വിളിച്ചു പറയണ ഭ്രാന്തൻ. ഞാൻ ഭ്രാന്തൻ തന്നെ, പക്ഷെ സാധനം എത്തി കഴിഞ്ഞു. എന്തിനാ മെൻസസ് ബ്ലഡ്? എന്തിനാ? ഇപ്പോൾ മെൻസസിന് വേണ്ടി ഉപയോഗിക്കുന്നത് പാഡുകളല്ല, കപ്പുകളാണ്. അത് പുതിയൊരു നീക്കത്തിലേക്കുള്ള പുതിയൊരു ചതിയാണ്. കപ്പായ ഉറപ്പായല്ലോ, ഇനിയൊരു പ്രശ്നമില്ല. അത് വലിയൊരു വിഷയമാണ്. എന്തിനാ മെൻസസ് ബ്ലഡ്? സിഹിറിനല്ലാതെ വേറൊന്നിനുമല്ല. മെൻസസ് ബ്ലഡ് കൊണ്ട് ഒരു ഉപയോഗം മാത്രമാണ്, ബ്ലാക്ക് മാജിക്.
ഇനി എന്തിൻ്റെ കാലമാണ് പറ? എന്തുകൊണ്ട്? ഏറ്റവും വലിയ സാഹിർ ഇപ്പോഴും എത്തിയിട്ടില്ല. എന്താ മനസ്സിലാക്കാത്തത്? ആരുടെ ഏറ്റവും വലിയ സാഹിർ? ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. ഒരാൾക്കൊപ്പിച്ചതാണ് അടുത്ത ആൾ. മുസ്തഫ നബി വരുമ്പോഴേ സിദ്ദീഖുൽ അക്ബർ ഉണ്ടാവും. ഇനി മുസ്തഫ നബി ഒന്നുകൂടി ജനിച്ചാൽ ഒന്നുകൂടി സിദ്ദീഖുൽ അക്ബർ മുളക്കും. മനസ്സിലായോ? ഞാൻ ദുബായിലെ ബുർജ് ഖലീഫയുടെ മുന്നിൽ പോയി നിന്ന് ബുർജ് ഖലീഫ നോക്കി. അപ്പോൾ അതിൻ്റെ തൊട്ട് കുട്ടി 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 കുറേ ഇതുപോലത്തെ കുറച്ച് ബുർജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മിനാരങ്ങൾ വലിയ വലിയ. അപ്പോൾ ഞാൻ എൻ്റെ ഒരാളോട് ചോദിച്ചു, ഇതെന്താ ഇതിൻ്റെ പരിസരത്ത് കുറേ കുട്ടികൾ? അപ്പോൾ പറഞ്ഞു, ഈ കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് വലിയത് നിൽക്കുന്നത്. മനസ്സിലായില്ല? നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഈ വലിയത് നിൽക്കലിന് അനിവാര്യതയാണ് എന്ത്? ഈ കുട്ടികൾ. ദജ്ജാൽ വരാനായാൽ ഇനി ഇവിടെയുള്ള പണി മുഴുവൻ എന്താവും? സിഹ്റാം. ആ സിഹ്റാന്ന് അവർ പറയില്ല. രോഗം മാറാനുള്ള മരുന്നായി ചൈനക്കാർ കണ്ടുപിടിച്ചു മൂത്രത്തിൽ മുട്ട പിഴുങ്ങുക. ഇത് സിഹറിന്റെ ഒരു ഭാഗമാണ്. അത് വേറെ വിഷയമാണ്. ഞാൻ വിഷയം തെറ്റിപ്പോണ്ട. ഇതെന്തിനാ പറഞ്ഞത്? ഇനി നമ്മൾ വിചാരിക്കാത്ത ഷെറുകൾ വരും. അതിന് നമുക്ക് പരിഹാരം ആര് മാത്രം? അല്ലാഹ്. അതിന് അല്ലാഹു അധ്യായം ഇറക്കിയിട്ടുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ. എല്ലാ ദിവസവും കളി, എല്ലാ ഷെറും എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നഫ്സിനും എൻ്റെ മാടിനും എൻ്റെ മക്കൾക്കും എല്ലാം തടഞ്ഞു പോകണം റബ്ബേ. എന്നിട്ട് പറയ കരയ ആരോട്? വിശ്വസിച്ചോളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വലാ ബുദ്ദ ലിൽ അബ്ദി മിനൽ ഉറൂജി മിനൽ ഖൽഖി ഇലൽ ഖാലിഖ്. ഒരു അബ്ദ് ആവണമെങ്കിൽ അബ്ദ് എന്ത് ചെയ്യണം? മിനൽ ഉറൂജി മിനൽ അബ്ദി മിനൽ ഉറൂജി ലാ ബുദ്ദ ലിൽ അബ്ദി ലാ ബുദ്ദ ലിൽ അബ്ദി മിനൽ ഉറൂജി മിനൽ ഖൽഖി ഇലൽ ഖാലിഖ്. സൃഷ്ടിയിൽ നിന്ന് സ്രഷ്ടാവിലേക്ക് കയറുമ്പോൾ മാത്രമേ ഒരാൾ ആരാകൂ? അടിമയാവൂ. പിന്നെ ഒന്നും പേടിക്കണ്ട. അപ്പൊ കാലിൽ ആവശ്യമില്ല, കൈ ആവശ്യമില്ല, ഒക്കെ ഉണ്ടായാ നല്ലത്, ഉണ്ടായില്ലെങ്കിൽ നല്ലത്. സുർഫത്തുൻ വലഹാ അൽഫും മിനൽ റിജ്ലി മാ സയ അഫാസത് ലൈസത് ലഹൽ റിജ്ലു. അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ? വസുർഫത്തുൻ തേരട്ട, വലഹ അതിനുണ്ട്, അൽഫും മിനൽ റിജ്ലി 1000 കാലുകളുണ്ട്. എന്നിട്ടും മാസയ അഫ്ആസത് മൂർഖൻ പാമ്പ് ഓടിയതുപോലെ അത് ഓടിയിട്ടില്ല. ലൈസത് ലഹ മൂർഖൻ പാമ്പിന് ഇല്ലതാനും അർരിജ്ലു കാല്. ഒന്നുകൂടി ചൊല്ല്, എഴുതിച്ചില്ല എല്ലാവരും. സുർഫത്തുൻ വലഹ അൽഫും മിനൽ റിജ്ലി മാസയ അഫ്ആസത് ലൈസത് ലഹൽ റിജ്ലു. അപ്പോൾ നീ മുഴുവനും വഅലാ റബ്ബിഹിം തുടക്കം മുതൽ ഓത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. അൽ ഫാത്തിഹ.